സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പുകൾ ശക്തമാക്കിയ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 9 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത 24 മണിക്കൂർ കൂടി സംസ്ഥാനത്ത് അതീവ ജാഗ്രത വേണമെന്ന നിർദ്ദേശമുണ്ട്. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായവർക്കുള്ള തിരച്ചിലും തുടരുകയാണ്. വിവരങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നു. ആതിര, വരുന്ന മണിക്കൂറിലും അതീവ ജാഗ്രതയോടുകൂടി സംസ്ഥാനം മുന്നോട്ട് പോകണമെന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. നിലവിൽ മൊത്തത്തിൽ സംസ്ഥാനത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് ഏകോപിപ്പിക്കുന്നത്? കാരണം മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി സാഹചര്യങ്ങൾ വിലയിരുത്തി നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ടല്ലോ. അമ്പലി, തീർച്ചയായിട്ടും വരുന്ന മണിക്കൂറുകളിലും അതിശക്തമായുള്ള അതിതീവ്രമായിട്ടുള്ള മഴയുടെ സാധ്യതയാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണമെന്ന നിർദ്ദേശം കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് നിലവിൽ 9 ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്നിപ്പോൾ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ജില്ലകളിലൊക്കെ തന്നെ ഏകദേശം 204 മില്ലിമീറ്റർ വരെ മഴ പെയ്യാനുള്ള സാധ്യതയാണ് മുന്നിലുള്ളത്. പ്രത്യേകിച്ച് തീരദേശ മേഖലകളിലും അതുപോലെ തന്നെ മലയോര മേഖലകളിലുമുള്ള ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മലവെള്ളപ്പാച്ചിലും അതുപോലെ തന്നെ മിന്നൽ പ്രളയങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനം ഒട്ടാകെ വലിയ രീതിയിലുള്ള ജാഗ്രതയിലാണ്. പലയിടത്തും ഇത്തരത്തിൽ കൺട്രോൾ റൂമുകൾ ഉൾപ്പെടെ തുറന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഈ മലയോര മേഖലകളിൽ ഇത്തരത്തിൽ അപകട സാധ്യതാ മേഖലകളിൽ താമസിക്കുന്നവർ ഈ ദുരന്ത സ്കൂളുകളിലൊക്കെ മറ്റുമായിട്ട് മാറി താമസിക്കണമെന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട്. ഈ പലയിടങ്ങളിലും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ സജ്ജരാണ്. അത്തരത്തിൽ നിലവിൽ കാര്യങ്ങളൊക്കെ തന്നെ സർക്കാർ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു സമയം കൂടിയാണ്. അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രിയും മറ്റ് വകുപ്പ് മന്ത്രിമാർക്ക് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ ശക്തമായ രീതിയിലുള്ള ജാഗ്രത വരുന്ന അടുത്തൊരു 24 മണിക്കൂറുകൾ കൂടി ശക്തമായ മഴ തുടരുമെന്ന ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ജനങ്ങളൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ് നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് പലയിടത്തും ഉരുൾപൊട്ടലും അതുപോലെ തന്നെ മണ്ണിടിച്ചിൽ ഉൾപ്പെടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം, ജീവനുകൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കുട്ടികളെ ഉൾപ്പെടെ ഇത്തരത്തിൽ നദീതീരത്തോ വെള്ളങ്ങളിലോ തോടുകളിലോ ഒന്നും കുളിക്കാനും മറ്റും ഇറങ്ങുന്നതിൽ നിന്ന് വിലക്കണമെന്നും ഇത്തരത്തിൽ കുളിക്കാനോ മത്സ്യബന്ധനത്തിനോ പോകുന്നതിനൊക്കെ തന്നെ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ഒക്കെ തന്നെ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമാണ് കാലാവസ്ഥാ വകുപ്പ് നിലവിൽ നൽകിയിരിക്കുന്നത്.